ജുവൽ മാം റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ സെഷൻ. റെഡിയാണ് മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ആൾ. ഞാൻ ജുവൽ മാത്യു. ഞാനൊരു ടീച്ചറാണ്, സർട്ടിഫൈഡ് കരിയർ കൗൺസിലറാണ്. നമ്മുടെ എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. ചില കുട്ടികൾ ക്വിക്ക് ലേണേഴ്സ് ആയിരിക്കും, ചിലവർ സ്ലോ ലേണേഴ്സ് ആയിരിക്കും. ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു ബാക്ക് ബെഞ്ച് അല്ലെങ്കിൽ ഒരു ബാക്കിൽ നിൽക്കുന്ന കുട്ടികളെ മോൾഡ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നുന്നത്. അവരുടെ റിസൾട്ട് അറിയാനാണ് നമുക്ക് ഏറ്റവും അധികം ഇൻട്രസ്റ്റും. അപ്പോൾ സ്ലോ ലേണേഴ്സിന് എപ്പോഴും നമ്മൾ സ്ട്രെസ് കൊടുക്കുകയോ പ്രഷർ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അവര് പിന്നിലോട്ട് കഴിയുന്നതായിട്ടാണ് കാണുന്നത്. എപ്പോഴും അവർക്ക് നമ്മൾ കോൺഫിഡൻസും അതേപോലെ അവർക്ക് മോട്ടിവേഷനും ഒക്കെ കൊടുത്ത് അവരെ മുന്നിലേക്ക് നയിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് അവർക്ക്, എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാം, എന്തൊക്കെ സ്ട്രാറ്റജീസ് അവർക്ക് വേണ്ടി ചെയ്യാമെന്നതിനെ കുറിച്ച് ഇന്ന് നമുക്ക് ട്രെയിനിങ് ക്ലാസ് എടുക്കുന്നത് ഇന്ദിര മാം ആണ്. ഇന്ദിര മാം ഒരു റെമഡിയൽ ട്രെയിനറും ഹിപ്നോതെറാപ്പിസ്റ്റും അതേപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമാണ്. ഓൺ ബിഹാഫ് ഓഫ് വിംബിൾ അക്കാദമി, ഫൈസൽ സാർ, അർച്ചന മാം, all members, I invite Indira ma'am to this class, this training session. Okay, thank you. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ് മാം, ഓഡിബിൾ ആണ്. റോഡ് സൈഡിൽ വീടായതുകൊണ്ടേ ചെറിയൊരു വണ്ടിയുടെ ഒരു പൂക്കൾ ഉണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന്. താങ്ക് യു ജുവൽ മാം, നല്ലൊരു ഇൻട്രോ തന്നതില് വെരി താങ്ക്സ്. ഗുഡ് ഈവനിങ് എവരി വൺ. എൻ്റെ പേര് ഇന്ദിര. ജുവൽ മാം പറഞ്ഞ പോലെ ഒരു റെമഡിയൽ ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കുട്ടികളെ പഠിപ്പിക്കുന്നവരാണല്ലേ. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു കൂട്ടത്തില് റെമഡിയൽ ട്രെയിനേഴ്സ് ഉണ്ട്, പാരൻസ് ഉണ്ട്, അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ. നമ്മള് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ സ്ലോ ലേണേഴ്സിനെ എങ്ങനെ നമ്മൾക്ക് പ്രഷർ കൊടുക്കാതെ, അവർക്ക് സ്ട്രെസ് കൊടുക്കാതെ നമ്മൾക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരെ മുൻപന്തിയിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും ക്ലാസ്സുകൾ എടുക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകൾക്ക്, ചില കുട്ടികൾക്ക് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത് എന്താണ്, ചിലര് നല്ല പെട്ടെന്ന് തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കും അല്ലെ. ചിലവരാകട്ടെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിൽ കുറച്ച് ടൈം എടുക്കും. അതും അല്ലെങ്കിൽ അവർക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ഇല്ലേ? ഉണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നിങ്ങൾ Yes, എപ്പോഴെങ്കിലും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? യെസ് മാം. യെസ്. അങ്ങനെ വരുമ്പോൾ നമ്മള് ഈ പ്രഷർ കൊടുക്കാതെ നമ്മൾക്ക് എങ്ങനെ അവരിൽ മാറ്റങ്ങൾ വരുത്താമെന്നുള്ളത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ആരാണ് സ്ലോ ലേണേഴ്സ് എന്ന് മനസ്സിലാക്കണ്ടേ. സ്ലോ ലേണേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരാള്, അവരുടെ IQ എന്ന് പറയുന്നത് 90 മുതൽ 110 വരെയാണ്. ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് IQ എന്ന് പറയുന്നത്. ഇവിടെ സ്ലോ ലേണേഴ്സിൽ ബിലോ ഇന്റലിജൻസ് ആണ് കാണിക്കുന്നത്. അതായത് 80 മുതൽ 90 വരെയുള്ള റേഞ്ചിന്റെ ഉള്ളിലാണ് സ്ലോ ലേണേഴ്സിന്റെ IQ എന്ന് പറയുന്നത്. അവര് ഒരുപാട് സ്ട്രഗിൾസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് പഠനത്തിലാകട്ടെ, എഴുത്തിലാകട്ടെ, അവരുടെ ബിഹേവിയറിലാകട്ടെ,
അതും അല്ലെങ്കിൽ അവരൊരാളുമായിട്ട് ഇടപഴകുന്നതിലാകട്ടെ, അങ്ങനെയൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോ അവരുടെ മെമ്മറിയില്, അവരുടെ അറ്റൻഷനില് അവർക്കൊരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റായിക എന്തുകൊണ്ടായിരിക്കാം ഈ സ്ലോ ലേണേഴ്സിന് ഇങ്ങനെയൊരു സ്ട്രഗിളിങ് ഉണ്ടാകുന്നത്? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാവോ എന്തുകൊണ്ടായിരിക്കാം? ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്ലോ ലേണേഴ്സ് എന്ന് പറയുന്നത് IQ ലെവല് 80 മുതൽ 90 വരെയാണ് IQ ലെവൽ എന്ന്, അല്ലെ? അവർക്ക് ഒരുപാട് റിപ്പീറ്റേഷൻസ് ആവശ്യമാണ്, അതുമല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ ടൈം കൊടുക്കണം, അല്ലെ? എന്തുകൊണ്ടായിരിക്കാം അവര് സ്ലോ ലേണേഴ്സ് ആവാനുള്ളൊരു കാരണം? ആരെങ്കിലും ഒരാൾ, ഒന്നെങ്കിലും. അവരുടെ ബ്രെയിനിന്റെ ന്യൂറോ സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടാണോ? അതെ അതെ, അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ സ്ലോ ആയതുകൊണ്ടാകാം. പിന്നെയോ, നമ്മള് ടീച്ചേഴ്സ് ഉണ്ട്, അപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ആ ക്ലാസ് റൂമിലേക്ക് നമ്മൾ പോവാണ്. ഒരു ക്ലാസ് റൂമിലേക്ക്, അവിടെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ടീച്ചർ പഠിപ്പിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ നല്ല ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വേഗം തന്നെ പെട്ടെന്ന് ഉത്തരം പറയുന്നുണ്ട്. അതില് 1-2 ആൾക്കാര് അവർക്ക് എന്താണ് പറയേണ്ടത് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കുറഞ്ഞിട്ട് അവരൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവര് പറയുന്ന കാര്യങ്ങള് തെറ്റുമോ എന്നുള്ളൊരു പേടി, അല്ലെ? അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കൺസെപ്റ്റ്, ടീച്ചർ കൊടുത്ത ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അവിടെ അവർക്ക് ഒരു റിപ്പീറ്റേഷൻസ് ആവശ്യമായി വരും. ഒരു കൺസെപ്റ്റ് നമ്മൾ ഒന്നിൽ കൂടുതൽ രീതിയിൽ കൊടുക്കുമ്പോൾ, ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോ അവരെന്ത് ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഉത്തരത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റും. പലപ്പോഴും ഇത്തരം ക്ലാസ് റൂമിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നില്ല, ക്ഷമയില്ല ടീച്ചേഴ്സിന്. ആരാണോ ഫസ്റ്റ് ഉത്തരം പറയുന്നത്, അപ്പൊ ശരി, ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്, അല്ലെ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്തരത്തിലുള്ള കുട്ടികളെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവര് എന്തുകൊണ്ടാണ് അവർക്ക് പറ്റാത്തത്, എന്തൊക്കെ കാരണങ്ങളാകും എന്നുള്ളത്? ഞാൻ എൻ്റെ ഒരു പിന്നോക്കത്തിലേക്ക് പോകാം. ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിൽ ഞങ്ങളെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സ് അതിൽ എൻ്റെ ഒരു LP കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു LP കാലഘട്ടമായിരുന്നു, എൻ്റെ ലൈഫാണെങ്കിലും ഒക്കെ. അവിടെ 4ാം ക്ലാസ്സിൽ നിന്ന് എനിക്കൊരു അജിത് മാഷ് എന്ന് പറഞ്ഞൊരു സാർ വന്നിട്ടുണ്ട്. അതുവരെ ഞാനൊരു തൂണും ചാരിയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ക്ലാസ്സിൽ എനിക്കൊന്നും അറിയില്ല, നല്ല പഠിക്കുന്ന കുട്ടികളെ സാറ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പാരന്റ്സ് മീറ്റിംഗിൽ അച്ഛൻ വരുന്ന സമയത്ത് അച്ഛനോട് പറയും, നല്ല അടി വെച്ച് കൊടുക്കണം, എന്നാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ സാറിന്റെ മുന്നിൽ ഒരുപാട് അടികൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് പ്രശ്നം എന്നുള്ളത് ചിലപ്പോൾ ആ സാറിന് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാവാം. ഓക്കെ, അങ്ങനെ 4ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഈ അജിത് മാഷാണ് എന്നെ കണ്ടെത്തിയത്. എന്തുകൊണ്ടാണ് ആ കുട്ടി മാത്രം അവിടെ ആ വരാന്തയിലെ ആ തൂണില് അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, എന്താണ് അവളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന സാറിന് ഒരു നിമിഷം തോന്നിയത് കൊണ്ടായിരിക്കും. പക്ഷേ ആ ഒരു തോന്നല് ഇന്ന് എന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു എന്നുള്ളത്. കാരണം അന്ന് സാറ് എന്നോട് ചോദിച്ച ചോദ്യം നീ നന്നായിട്ട് പഠിക്കണമെന്നോ ഒന്നുമല്ല, എന്താണ് മോളെ നിനക്ക് പ്രശ്നം, എന്തു പറ്റി എന്നുള്ളത്. പലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ആണ് സ്കൂളിലേക്ക് വരുന്നത്, അല്ലെ? അപ്പൊ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ ഇന്ന് രാവിലെ ചായ കുടിച്ചോ, എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, ഇത്തരത്തിലുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ പഠനത്തിനെ കുറിച്ചിട്ട് മാഷ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നീട് അങ്ങോട്ട് സാറ് അന്ന് എനിക്ക് ഒരു ചായയും പരിപ്പുവടയും വാങ്ങിച്ചു തന്നു. കാരണം ആ ചായയുടെയും പരിപ്പുവടയുടെയും ആ ഒരു ടേസ്റ്റ് ഇന്നും എൻ്റെ നാവിൻ തുമ്പത്തുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാല് ആ ഒരു സ്വാദ് അന്ന് ആ സാറ് എന്നെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അതിൽ ഒരുപാട് സ്നേഹവും ഒരുപാട് ക്ഷമയും എന്നെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ, എനിക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റൂ,
അതെല്ലാം സാർ എനിക്ക് ചെയ്തു തന്നു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വന്നപ്പോ സാറ് അടുത്ത ക്ലാസ്സിലൊക്കെ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് എവിടേക്ക് പോരായ്മകളുണ്ട്, എവിടെയാണ് എൻ്റെ എഴുത്തിലാണോ, എൻ്റെ വായനയിലാണോ, അല്ലെങ്കിൽ എനിക്ക് കണക്ക് കൂട്ടുന്നതിലാണോ, എവിടെയാണ് എനിക്ക് പ്രശ്നങ്ങൾ വരുന്നത്, അവിടെയൊക്കെ എന്നെ വിളിച്ച മേശപ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് സാറ് എനിക്ക് ഇന്നതാണ് എന്നുള്ളത് ചെറിയ രീതിയിൽ എനിക്ക് എൻ്റെ അന്നത്തെ ആ ഒരു പ്രായത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാഷ് എന്നെ പഠിപ്പിച്ച് ഉണ്ടാക്കി എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ഞാൻ 5ാം ക്ലാസ്സിലേക്ക് പോകുന്നത്. 5ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഞാൻ ആ LP-യിലുള്ള ഒരാളെ ആയിരുന്നില്ല, അത്യാവശ്യം ഒരു ആവറേജ് ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് 5, 6, 7ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം ടീച്ചേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന രീതിയിലായി. കാരണം നമുക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ട് എവിടെ കിട്ടി? എനിക്ക് ഈ അജിത് മാഷിന്റെ അടുത്ത് നിന്ന് കിട്ടി. അതെന്റെ വിദ്യാഭ്യാസത്തിലാവട്ടെ, അതെന്റെ ലൈഫിലാവട്ടെ, എനിക്ക് ഇമോഷണലി ആവട്ടെ, എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളൊക്കെ അവിടെ കിട്ടി. അങ്ങനെ പുതിയൊരു സാറ് വന്നു 7ാം ക്ലാസ്സിൽ നിന്ന്, സനൽ മാഷ്. അന്ന് ആ സാറ് ഹിന്ദിയുടെ മാഷായിരുന്നു. നമ്മളെ സ്കൂളില് ഒട്ടുമിക്ക കുട്ടികളിലും പഠന പിന്നോക്കം സ്ലോ ലേണേഴ്സ് ആണ്. അപ്പോ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അക്ഷരങ്ങൾ പോലും അറിയില്ല, സ്വന്തം പേരെഴുതാനോ ഒരു അക്ഷരങ്ങൾ പോലും അറിയില്ല. അന്ന് ആ സാറ് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തു. എങ്ങനെയെന്ന് വെച്ചാല് ക്ലാസ്സിൽ അത്യാവശ്യം മാർക്കുള്ള ഒരു ആവറേജ് ലെവലിലുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് സാർ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് നമുക്ക് ബ്രേക്ക് ഉണ്ടാവുമല്ലോ ചോറിനുള്ള, ആ ചോറൊക്കെ കഴിച്ചിട്ട് എല്ലാവരോടും പെട്ടെന്ന് തന്നെ ഹാളിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ആ ഒരു കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഈ ബ്രേക്കിന്, ഇനി മുതലുള്ള ബ്രേക്കിന് പഠിക്കാൻ അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികളെ, ബേസ് അറിയാത്ത കുട്ടികളെ നിങ്ങളെ കൊണ്ടാവുന്ന വിധം നിങ്ങൾ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന്. ഓക്കെ, അന്ന് ആ സാർ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾക്ക് തന്നപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളിൽ നമ്മൾ എന്ത് ചെയ്തു, വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളില് സ്ലോ ലേണേഴ്സില് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും എന്ത് വന്നിട്ടുണ്ടാവാം, ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടാവാം. അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടിയാല്, അല്ലെങ്കിൽ ഒരു കെയർ കിട്ടിയാല്, ഒരു റെക്കഗ്നിഷൻ കിട്ടിയാല് അവിടെ എന്ത് ചെയ്യും, മുൻപന്തിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. അന്ന് ഞങ്ങൾ കുറെ കുട്ടികളെ ലെറ്റേഴ്സും ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളിലേക്കൊക്കെ എത്തി. ഓക്കെ, അപ്പോ സ്ലോ ലേണേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് എന്താ പറയാ, ഒരു കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ നമ്മൾക്ക് കൊടുത്താൽ ഈ സ്ലോ ലേണേഴ്സില് മാറ്റങ്ങൾ വരുത്താമെന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു നിമിഷത്തിൽ ആ ഒരു 2 ടീച്ചേഴ്സിനെ ഞാൻ നമിക്കുകയാണ്. ഇനി നമുക്ക് ഇതേ ക്ലാസ് റൂമിൽ തന്നെ പല ടീച്ചേഴ്സും കടന്നു വരും അല്ലേ? ഈ ടീച്ചേഴ്സൊക്കെ, എല്ലാ ടീച്ചേഴ്സിനും ഞാൻ പറയുന്നില്ല, ചുരുക്കം ചിലരില്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമുകളിലേക്ക് ഒന്ന് പോയി നോക്കിയാല് ഞാൻ കുറച്ചു കാര്യങ്ങൾ പറയാം. അത് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്ന് പറയണേ. നിന്നോട് എത്ര തവണ ഉണ്ട് ഞാൻ പറഞ്ഞിട്ട്, ഇതാണ്, ഈ അക്ഷരമാണ് ഞാൻ പഠിപ്പിച്ചത് എന്നുള്ളത്? അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഞാൻ നിനക്ക് ഈ കൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്? എത്ര പ്രാവശ്യം ഞാൻ നിനക്ക് എന്താ പറയാ, കണക്ക് കൂട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ട്? പിന്നെയും നീ എന്തിനാ ഇങ്ങനെ തെറ്റിച്ചോണ്ടിരിക്കുന്നത്? കേട്ടിട്ടുണ്ടോ ഈ ഒരു ഡയലോഗ് ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന്? അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കണ്ടു നോക്ക്. അവന് കണ്ടോ പെട്ടെന്ന് തന്നെ എഴുതി തീർത്തു, അവള് കണ്ടോ പെട്ടെന്ന് തന്നെ എഴുതി തീർത്തു. നീ എന്താ ഇപ്പോഴും ഇങ്ങനെ? കുറെ സമയമായി നീ ഇതിവിടെയും വെച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ചെയ്യുന്നില്ലേ? ഇല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? സമയം വെറുതെ മെനക്കെടുത്തരുത് കേട്ടോ. അത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ കേട്ടിട്ടില്ലേ? യെസ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുമുണ്ട് അല്ലേ? പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള പ്രഷർ
കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുക? എന്തുണ്ടാകും? കുട്ടികൾക്ക് ഒരു പേടി ഉണ്ടാകും അല്ലെ? ഒരു കാര്യം അല്ല, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടിക്ക് പേടി ഉണ്ടാകും. എന്തുകൊണ്ടാ പേടി? മുന്നേ ടീച്ചർ ഇവനോടൊരു കാര്യം ചോദിച്ചു, അപ്പൊ എന്ത് ചെയ്തു? ഇവന് ഉത്തരം തെറ്റിപ്പോയി. ബൈ ചാൻസ് അവന്റെ കൂടെയുള്ള എല്ലാവരും കളിയാക്കി ചിരിച്ചു, ടീച്ചറും കൂട്ടത്തിൽ ചിരിച്ചു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അവന് പറയാൻ വിചാരിച്ച കാര്യം അവൻ അത് പറയാൻ പറ്റാതെയായി. അവിടെ അവന് ഒരു പേടി വന്നു. ആ പേടി അവന്റെ കോൺഫിഡൻസിനെ തന്നെ എന്ത് ചെയ്തു? കുറച്ചു എന്നുള്ളതാണ്. കോൺഫിഡൻസ് ലെവൽ ബ്ലോക്ക് ചെയ്തു ഇല്ലേ? അത് അവന്റെ മെമ്മറിയിൽ അങ്ങനെ കിടന്നു. ആ മെമ്മറിയിൽ കിടക്കുമ്പോൾ വീണ്ടും ടീച്ചർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ടീച്ചർ വീണ്ടും ചോദിച്ചു, അവനോട് വേറൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഇവന് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരുന്നു അത്? അന്ന് ആ കുട്ടികളൊക്കെ ചുറ്റും നിന്ന് കളിയാക്കി ചിരിച്ചതുകൊണ്ടാണ് അല്ലെ? അല്ലെങ്കിൽ ടീച്ചർ ആ ഒരു കൂട്ടത്തിലേക്ക് നിന്നതുകൊണ്ടാണ് അല്ലെ? അപ്പോ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? നമ്മൾ പ്രഷറൈസ് ചെയ്താൽ നമ്മളുടെ റിസൾട്ട് പോസിറ്റീവ് ആകുമെന്നാണോ? അല്ല അല്ലെ? നമ്മൾക്ക് ആ റിസൾട്ടിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? നമുക്ക് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? ആരെങ്കിലും ഒരാള് ഒരു സെന്റൻസ്, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. എല്ലാരും പോയോ? ആർക്കൊന്നും മനസ്സിലാവണില്ലേ? ഹലോ? നമ്മൾ അവരുടെ അടുത്ത് എന്ന് സ്നേഹത്തോടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ആ കോൺഫിഡൻസ് ലെവൽ കൂടുകയും അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അതെ അതെ അതെ, യെസ്. താങ്ക് യു മാം, താങ്ക് യു മിനി മാം, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് നമ്മളുടെ ക്ലാസ് ആക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ലോ ലേണേഴ്സിനെ നമ്മൾ നമ്മളുടെ വീടുകളിലോ നമ്മളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പോഴോ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? അപ്പൊ നമ്മൾക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട്. ഈ എക്സ്പീരിയൻസുകൾ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ, ഞാനും ഷെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് ഈ ഒരു സെഷൻ നല്ല ഭംഗിയോട് കൂടിയിട്ട് പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളെല്ലാവരും മിണ്ടാണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നും എന്തൊന്നും മനസ്സിലാവണില്ലേ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നിങ്ങനെ ഒരു ഫീല്. അങ്ങനെയല്ലേ? നമ്മളൊരു കാര്യം ഇങ്ങനെ ഒരാളിങ്ങനെ റേഡിയോ വെച്ച മാതിരി ഇങ്ങനെ കേൾക്കുമ്പോൾ അവിടുന്ന് ഒരു റിയാക്ഷനും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ എന്ത് ചെയ്യും? കുറയും അല്ലെ? ഓക്കെ. അപ്പം മാമിന്റെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കുറയ്ക്കണ്ട കേട്ടോ, നല്ല ക്ലാസ് ആണ്. എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രഷറൈസ് ചെയ്തിട്ട് അവരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ സ്പീഡ് കൂട്ടാൻ പറ്റുമോ? അവരുടെ പെട്ടെന്ന് തന്നെ വായിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുതുക എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അവരിൽ ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് വേണ്ടുന്ന ഒരു സേഫ്റ്റി ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ? അവർക്ക് അവരുടെ ടാസ്കുകളൊക്കെ ആദ്യം തന്നെ, ടാസ്കിന് മുന്നേ തന്നെ ആദ്യം തന്നെ അവരെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണ്ടേ? അവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് വേണ്ടേ? നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ ഈ മോന് അല്ലെങ്കിൽ ഈ ഒരു മോൾക്ക് ചെറിയൊരു രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അല്ലെ? അപ്പോ നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ഇനി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്താ ചെയ്ത് കൊടുക്കണ്ടേ? ആ കുട്ടിക്ക് വേണ്ടുന്ന ഒരു സേഫ്റ്റി ബിൽഡ് ചെയ്ത് കൊടുക്കണം അല്ലെ? നമ്മളുടെ മുന്നിൽ ഇരുന്നാല് അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനറുടെ മുന്നിൽ ഇരുന്നാല്, ഈ ഒരു സൈക്കോളജിസ്റ്റിന്റെ മുന്നിൽ ഇരുന്നാല് എനിക്ക് പേടിയില്ല, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ ചെറിയ തെറ്റിനെ പോലും എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് ആ കുട്ടി മനസ്സിലാക്കി എടുത്താൽ അവിടെ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? ഇല്ലേ? ആക്കാൻ പറ്റും അല്ലെ? അപ്പോ നമ്മൾക്ക് അവരുടെ മിസ്റ്റേക്കുകളെ എന്ത് ചെയ്യാം? നമുക്ക് സ്വീകരിക്കാം. അപ്പൊ നമ്മൾ നമ്മളുടെ മുന്നിലിരിക്കുന്ന
ആ ഒരു മോനോടോ അല്ലെങ്കിൽ ആ ഒരു മോളോടോ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, മോളെ അല്ലെങ്കിൽ മോനെ, നീ എഴുതിക്കോ അല്ലെങ്കിൽ നീ വായിച്ചോ, നിന്റെ തെറ്റുകൾ ഉണ്ടാകും, സ്വാഭാവികമാണ്, ഞാൻ നിന്നെ സഹായിക്കാം, തെറ്റിയാലും ഒരു കുഴപ്പമില്ല എന്ന ഒരു ഡയലോഗ് പോരെ? ഒന്ന് തോളിലും കൂടി തട്ടിക്കൊടുത്താൽ സ്വാഹ, അടിപൊളിയായി. കാരണം ഒരു ചെറിയ സപ്പോർട്ടാണ് ഏതൊരാൾക്കും, അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് ഏതൊരാൾക്കും വേണ്ടത്, അല്ലെ? അപ്പോ നമ്മളുടെ മുന്നിലിരിക്കുന്ന ആ ഒരു മോനോ മോൾക്കോ നമ്മൾ ഇങ്ങനെ ഒരു ഡയലോഗ്, നമ്മളുടെ അപ്രോച്ചിൽ എത്രത്തോളം നമ്മൾ മാറ്റം വരുത്തുന്നുവോ അത്രയും മാറ്റങ്ങള് നമ്മളുടെ മുന്നിലിരിക്കുന്ന ആ ഒരു കുട്ടിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നമ്മളുടെ സംസാരം നമ്മൾ പറഞ്ഞു നേരത്തെ, ഒരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ നീ എന്താ ഇത്ര സാവധാനത്തില് നീ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഒരുപാട് സമയമുണ്ടല്ലോ നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിനക്കെന്താ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തൂടെ എന്ന് പറയുന്നതിന് പകരം നമ്മൾക്ക് എന്ത് ചെയ്തു കൊടുക്കാം? എക്സ്ട്രാ ടൈം നമ്മൾക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം, അല്ലെ? മോൻ ചെയ്തോ അല്ലെങ്കിൽ മോള് ചെയ്തോ, കുറച്ച് സമയം എടുത്താലും വേണ്ടില്ല. ചിലപ്പോൾ ആ ഒരു സെഷനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ചിലപ്പോൾ ഒരു അക്ഷരം മാത്രമേ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു വാക്ക് മാത്രമേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെങ്കിൽ അത് മതി. അത് ആ കുട്ടിയില് അത് നല്ല രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോ ഒരിക്കലും പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നതിനേക്കാൾ ഉപരി എന്ത് ചെയ്യുക, നിന്റെ എഫേർട്ടിനെ ഞാൻ മാനിക്കുന്നു, നീ ഇന്നലത്തേതിനേക്കാൾ ഇന്ന് ബെറ്റർ ആണല്ലോ എന്ന ഒരു തോട്ട്, ആ ഒരു വാക്ക് നമ്മളുടെ അടുത്തുനിന്നും വരുമ്പോൾ അവരിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നമ്മൾക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി അവരുടെ ചെറിയ ചെറിയ പ്രോഗ്രസ്സിൽ നമ്മൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? അവരെ നല്ലൊരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു സമ്മാനമെങ്കിലും നമ്മൾക്ക് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടാൻ ആഗ്രഹം ഉണ്ടാവും, അല്ലെ? അത് ചെറുതും ആകട്ടെ വലുതും ആകട്ടെ എന്തും ആയിക്കൊള്ളട്ടെ. അപ്പൊ നമ്മളുടെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിക്കോ നമ്മളുടെ ഒരു സ്റ്റാർ മതിയാവും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വെരി ഗുഡ് മതിയാവും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു എക്സലന്റ് മതിയാവും, അല്ലെങ്കിൽ ഒരു സ്മൈലിയുടെ ഒരു ചിത്രം മതിയാവും, അല്ലെ? ഇനിയോ മിഠായി ഒന്നും വേണ്ട, ഈ ഒരു കാര്യം തന്നെ മതി. അല്ലെങ്കിൽ ഒരു 100 സ്റ്റാർ മാർക്ക്, അല്ലെങ്കിൽ 100 സ്റ്റാർ കിട്ടി, അല്ലെങ്കിൽ 100 മാർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടി ചെറിയൊരു കാര്യമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവന്റെ ഉള്ളിൽ എന്തായി? പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലായി. ഞാൻ ഇത് ചെയ്തപ്പോ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയല്ലോ, എനിക്ക് ഇത്ര സ്റ്റാർ കിട്ടിയല്ലോ. അങ്ങനെ വരുമ്പോ അവന്റെ ഇനിയും എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു തോട്ട് അവനിലും അവളിലും ഉണ്ടായി വന്നു എന്നുള്ളതാണ്, അല്ലെ? ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾക്ക് നിരന്തരമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ആഗ്രഹമായിരിക്കും, അല്ലെ? ഏതൊരാൾക്കാണെങ്കിലും ഇപ്പം നമ്മളിപ്പോ ഒരു ക്ലാസ് എടുക്കുന്നു, ആ ക്ലാസ്സിൽ എല്ലാവരും നല്ലത് പറയുന്നു, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾക്കൊരു കോൺഫിഡൻസ് ആയി, ആഹാ ഇന്ന് പൊളിച്ച്, ഇനി എനിക്ക് വീണ്ടും വീണ്ടും ക്ലാസ് കൊടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളിലേക്ക് വന്നു. ഇങ്ങനെയാണ് സ്ലോ ലേണേഴ്സിന് അവർക്ക് വീണ്ടും വീണ്ടും പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകൾ കിട്ടുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു തോട്ട് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഓക്കെ, പോയോ? എല്ലാരും പോയോ? ഇല്ല മാം, കേൾക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് മിസ്സേ. ഞാൻ കാണുന്നു. ഇനിയോ നമ്മളെല്ലാവരും, ഈവൻ ഞാനടക്കം ചിലപ്പോഴൊക്കെ ഒരു കമ്പാരിസൺ നടത്താറുണ്ട്. ഈ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ ക്ലാസ്സുകളിലൊക്കെ, ഇതൊക്കെ കൂടുതലും ക്ലാസ്സുകളിലാണ് നമ്മൾ കാണാറുള്ളത്, കേൾക്കാറുള്ളത്. അവനെ കണ്ടുപിടിക്കും, അവളെ കണ്ടുപിടിക്കും. നമ്മളുടെ വീട്ടിലാണെങ്കിൽ മറ്റൊരു കുട്ടീനെ കണ്ടുപിടിക്കുക, അവന് കണ്ടില്ലേ എത്ര നല്ല കുട്ടിയായിട്ടാണ് നടക്കണത്, ഒരു കുരുത്തക്കേടും ഇല്ല, എത്ര നല്ല മാർക്കാണ് അവന്, അല്ലെ? അങ്ങനെയൊക്കെയാണ് നമ്മൾ അവരോട് പറയാറ്, അല്ലെ? നമ്മളുടെ കുട്ടികളോട്. അപ്പം നമ്മൾ അവരുടെ കമ്പാരിസൺ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? അവരുടെ പ്രോഗ്രസ്സിൽ
അവരുടെ എഫേർട്ടിനെ നമ്മൾ മാനിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതൊരാൾക്കും ഏതൊരു കുട്ടിക്കും സ്ട്രെങ്ത്തുകൾ ഉണ്ടാകും അല്ലേ? അപ്പം ഈ സ്ലോ ലേണേഴ്സ് ആണെന്ന് കരുതിയിട്ട് അവർക്ക് സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടോ? ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റികൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ഒരു പാഷൻ ഉണ്ടാവും. ആ പാഷൻ നമ്മൾ കണ്ടെത്താൻ നമ്മൾക്ക് സാധിച്ചാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. അവരുടെ സ്കില്ല് നമ്മൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്നുള്ളത്. കാരണം ചില കുട്ടികൾക്ക് ഇപ്പം എനിക്ക് പുതിയൊരു കുട്ടി വന്നു, ആ കുട്ടിക്ക് ഒരു കാര്യം അവൻ പറയുമ്പോൾ അത് അവന് കണക്ട് ചെയ്തിട്ടാ പറയാ. ഇപ്പോ പുല്ലിന് പച്ച കളറാണ് അല്ലെ? അപ്പം പച്ച എന്ന് ഞാൻ പഠിപ്പിച്ച സമയത്ത് അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഗ്രീൻ ഗ്രാസ്. അപ്പൊ അവന് ആ പുല്ലിനെ കണക്ട് ചെയ്തു പച്ച. ഓക്കെ, അങ്ങനെ കണക്ഷനിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാം? കുട്ടികളെ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. അതേപോലെ അവരുടെ ക്രിയേറ്റിവിറ്റി നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് അതിന് എന്ത് ചെയ്യണം? ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ വെറുതെ നിരന്തരം ഇങ്ങനെ ബോർഡിൽ എന്ത് ചെയ്യുക? ഞാനൊക്കെ പണ്ട് എൻ്റെ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ബോർഡിൽ അക്ഷരങ്ങൾ അങ്ങോട്ട് എഴുതും. ഇതാണ് അ ആ ഇ ഈ ഉ ഊ, ഇതാണ് കാക്ക, ഇങ്ങനെയാണ് കാക്ക എന്ന് എഴുതുക, ഇങ്ങനെയാണ് പൂച്ച പാൽ കുടിച്ചു എന്ന് എഴുതുക. അല്ലെങ്കിൽ ഒന്നും കൂട്ടിയ 2 അത് എൻ്റെ മൈൻഡിൽ എന്നും 2 തന്നെയാണ്. ഇനി ഒന്നിലേക്ക് 2 കൂട്ടിയാൽ 3 എന്നുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തി എന്നുള്ളതാണ്. അവിടെ നമുക്ക് കുറച്ച് പിക്ചറൊക്കെ വെച്ചിട്ട് ഈ ഒരു കൺസെപ്റ്റിനെ ഇപ്പോൾ ലെറ്റേഴ്സ് പഠിപ്പിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ വേർഡ്സുകൾ പഠിപ്പിക്കുകയാണെങ്കിലും സെന്റൻസിനെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ മാത്സിലെ കൂട്ടലും കുറയ്ക്കലും അങ്ങനെയുള്ള അഡീഷൻസും സബ്ട്രാക്ഷൻസും ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിലും നമ്മൾ കൺസെപ്റ്റ് വൈസ് ആയിട്ട് നമ്മൾ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കത് കുറച്ചുകൂടി എന്താകും? ഈസി ആകും. കാരണം ഈ പെന്ന് പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ പലവർക്കും ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം തന്നെ വേഗം വന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരും ബുക്ക് എടുത്തേ, എല്ലാവരും പെന്നെടുത്തേ എന്ന് പറയാറുണ്ടല്ലേ ടീച്ചേഴ്സൊക്കെ. അപ്പോ ഈ പെന്നെടുത്തേ ബുക്ക് എടുത്തേന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ടെൻഷനാണ്. എന്താ ഇനിയിപ്പോ ഇന്ന് പഠിപ്പിക്കുക? ഇന്ന് എന്താണ് എനിക്ക് അറിയാത്തതാണോ? അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയാറുണ്ട് ഇന്ന് കേട്ടെഴുത്താണ് ഇടുന്നത്. അപ്പം ഈ പിന്നോക്കമുള്ള കുട്ടികൾ അയ്യോ കുടുങ്ങി ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പുറത്തേല് നോക്കിയിട്ട് കോപ്പി അടിക്കാം. അപ്പൊ അവൻ ചിലപ്പം അതിനേലേറെ വലിയ തെറ്റായിരിക്കും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ്. ഇനി ഈ സ്ലോ ലേണേഴ്സിനെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ബിഹേവ് ചെയ്യുക നല്ല കുട്ടിയായിട്ടാണോ? അങ്ങനെ ആയിരുന്നോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അല്ല അല്ലേ? പലപ്പോഴും ഏറ്റവും നല്ല കുട്ടിയല്ല. ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ഒരു കുട്ടിയാണ് അല്ലെ? പക്ഷേ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാം. എൻ്റെ കൂടെ +1 +2 ഞാൻ സയൻസ് ആയിരുന്നു. അപ്പൊ അവിടെ ഭയങ്കര എന്തായിരുന്നു? മത്സരമായിരുന്നു. ഞാനാണെങ്കിൽ ഒരു ആവറേജ് കുട്ടിയാണ്. ആ മത്സരത്തില് കുട്ടികൾ തമ്മിലുള്ള മത്സരമാണ്. അപ്പൊ നമുക്കൊക്കെ പേടിയാണ്, ഈശ്വര എന്താ ചെയ്യാന്ന്. കാരണം ഇവർക്ക് മാർക്കാണ് 80-ൽ 60, 67, 70, 78, 79 മാർക്ക് കിട്ടണം. അപ്പൊ ഒരാൾക്ക് ഒരു മാർക്ക് കൂടിയാൽ ടെൻഷനാണ്. ഇവര് തമ്മിൽ മത്സരമാണ്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാല് ഈ +2 ഒക്കെ കഴിഞ്ഞു അവര് നല്ല കുട്ടികളായിട്ട് ടീച്ചേഴ്സൊക്കെ നല്ലൊരു ലേബലൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയ കുട്ടികളിൽ പലരും, ഞാൻ എൻ്റെ റിയൽ ലൈഫ് എന്നാണ് ഞാൻ പറയണത്, പലരും എഞ്ചിനീയറിങ് എൻട്രൻസ് ഒക്കെ കിട്ടിയിട്ട് അവരങ്ങോട്ട് പോയി, പുറത്തേക്ക് പോയി. പിന്നെ അവര് ലാവിഷ. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഒരു എന്താ പറയാ എല്ലാ കുട്ടികളുടെ അടുത്തുനിന്നും അവന്റെ പല ഫ്രണ്ട്സുകളുടെ അടുത്തുനിന്നൊക്കെ
പൈസ ഒക്കെ വാങ്ങിയിട്ട് അവൻ അങ്ങനെ ധൂർത്തടിച്ചു. അന്ന് +1 +2 ഒക്കെ നന്നായിട്ട് മാർക്ക് വാങ്ങിയ കുട്ടിയാണ്. എല്ലാവരും അവനെ നല്ല എന്താ നമ്മൾ പറയാ, അങ്ങ് തലയിൽ കെറ്റി വെച്ചു എന്നൊക്കെ പറയണ പോലെ നമ്മളൊക്കെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരായിരുന്നു. പക്ഷെ ഇവന് അവിടെ ഈ ഒരു ലെവലിലേക്ക് എത്തിയപ്പം അവൻ അവന്റെ വീട് മാറി വേറൊരു സ്ഥലത്തേക്ക് എത്തിയപ്പോ ഈ നന്നായിട്ട് പഠിച്ചിരുന്ന ആളുകള് പറ്റി അങ്ങോട്ട് ഉഴപ്പാൻ തുടങ്ങി. ഉഴപ്പാൻ തുടങ്ങി. അവർക്ക് ഫ്രീഡം കിട്ടുകയാണ്. ആ ഫ്രീഡം അവരെന്ത് ചെയ്തു? മാക്സിമം അവർക്ക് വേണ്ടുന്ന രീതിയിലേക്ക് അവർ യൂട്ടിലൈസ് ചെയ്തു. അവിടെ അവരുടെ ജീവിതത്തില് തന്നെ അവർക്ക് അത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇന്ന് അതിലുള്ള പല ആവറേജ് സ്റ്റുഡൻസും നല്ലൊരു കരിയർ ഡെവലപ്ഡ് ആയി എന്നുള്ളതാണ്. അന്ന് ടീച്ചേഴ്സ് പിന്നോക്കത്തേക്ക് നിർത്തിയിരുന്ന ഒട്ടുമിക്ക കുട്ടികളും ഇന്ന് മുൻപന്തിയില് പല പൊസിഷനില് ലൈഫില് കരിയറില് മുൻപന്തിയിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സ്ലോ ലേണർ എന്നുള്ള ഒരു ലേബല് നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ചില സമയങ്ങളിലൊക്കെ ടീച്ചേഴ്സ് പാരൻസിനാട്ടോ കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത്. ചില കുട്ടികൾക്ക് ഇപ്പൊ അക്ഷരങ്ങളൊക്കെ അറിയാത്തൊരു കുട്ടികളുണ്ടാവും. അപ്പോ അക്ഷരങ്ങളോ ഒന്നും അറിയാത്തൊരു കുട്ടീനെ, നമ്മൾ ഒന്നും അറിയാത്തൊരു കുട്ടീനെയാണ് നമ്മൾ തുടക്കം മുതൽ പഠിപ്പിക്കുന്നത്. അത് എത്രാം ക്ലാസ്സിനാണ് പഠിപ്പിക്കുന്നത് അറിയോ? 7ാം ക്ലാസ്സിലെത്തിയ കുട്ടി. ആ 7ാം ക്ലാസ്സിലെത്തിയ കുട്ടീനെ നമ്മൾ LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് ലെവലില് നമ്മൾ കുട്ടീനെ പഠിപ്പിച്ചിട്ടുണ്ടാക്കുകയാണ്. അപ്പൊ ആ ഉമ്മ അല്ലെങ്കിൽ ആ ഒരു അമ്മ എന്ത് ചെയ്യാണ്? അതുവരെ ആ ഒരു ടീച്ചറിനെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു അക്ഷരങ്ങൾ പഠിപ്പിക്കാനും ചിഹ്നങ്ങൾ പഠിപ്പിക്കാനും വാക്കുകൾ ഉണ്ടാക്കാനും ചെറിയ രീതിയിൽ സെന്റൻസുകൾ ഉണ്ടാക്കാനും ഒക്കെ. പെട്ടെന്ന് ഉമ്മാന്റെ ആറ്റിറ്റ്യൂഡ് മാറി. എപ്പോഴായിരിക്കും ആ ഉമ്മാന്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടാവുക? ആ ഒരു ഉമ്മയുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴായിരിക്കും മാറിയിട്ടുണ്ടാവുക? ആർക്കെങ്കിലും ഒരു ഗസ്? പിള്ളേർക്ക് മാർക്ക് കിട്ടാതെ വരുമ്പോ. യെസ്, അത് തന്നെ. അവിടെ ഈ മാർക്കിലാണ് എക്സാം വരുമ്പോഴാണ് ഈ ഒരു പാരന്റിന്റെ ആറ്റിറ്റ്യൂഡ് മാറും. അതുവരെ ആ പാരന്റിന് അറിയാൻ പറ്റും എന്ത്, എൻ്റെ കുട്ടി ഒന്നും അല്ലാതിരുന്ന ഒരു കുട്ടിയായിരുന്നു, അവനെ ഇത്രയും ആക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു എക്സാം വരുമ്പോ ആകെ തകിടം മറിയും. കാരണം എന്തുകൊണ്ടാ? എക്സാമില് കുട്ടിക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജയിക്കാനുള്ള മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോ ഒരു 7ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ബേസ് മാത്രം ഉള്ള ഒരു കുട്ടീനെ, ബേസ് തന്നെ ഒന്ന് റെഡി ആയി വരുന്നേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു ഏകദേശം ഒരു തലത്തിലേക്ക് എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ആ എക്സാമില് ആ കുട്ടീനെ ജയിപ്പിക്കാൻ പറ്റൂ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഒരിക്കലില്ല മാം, അതിന് ടൈം എടുക്കും. അതെ, അതിന് ടൈം എടുക്കും. അവിടെ നമ്മൾ ആ ഒരു പാരന്റിന് നല്ലൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആ ഒരു പാരന്റ് ആ ഒരു മകനിനോ അല്ലെങ്കിൽ മകളെയോ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്, അല്ലെ? ശരിക്കും ഇപ്പൊ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ റെമഡിയൽ അടുത്തേക്കൊക്കെ വരുമ്പോ പാരന്റ്സ് ഈ 7ാം ക്ലാസ്സിനാണ് വരിക. അതുവരെയും കുട്ടികളെ എന്ത് ചെയ്യും പാരന്റ്സ്? അതിപ്പോഴല്ലേ, കുറച്ച് അടുത്ത ക്ലാസ്സിൽ ശരിയായിക്കോളും. LKGയിലാണ് പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങിയതെങ്കിൽ ടീച്ചർ പറയും അത് UKG ആകുമ്പോഴത്തേക്കും ചെറിയ കുട്ടിയല്ലേ, അത് റെഡി ആയിക്കോളും. അപ്പൊ ക്ലാസ്സിൽ അടങ്ങിയിരിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ പറയും അത് ശരിയായിക്കോളും. വാക്കുകൾ വായിക്കാൻ അറിയില്ലെങ്കിൽ അത് പറയും അത് ശരിയായിക്കോളും. അങ്ങനെ UKGയിൽ എത്തുമ്പോൾ പറയും 1ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ശരിയായിക്കോളും എന്ന് പറയും. അങ്ങനെ ഓരോ ക്ലാസ്സിലേക്ക് എത്തി 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 വന്ന് ഈ 7ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ബോധോദയം വരുന്നത്. അയ്യോ, 3 വർഷം കൂടി കഴിഞ്ഞാൽ 10ാം ക്ലാസ് ആണ്, എന്റെ കുട്ടി 10ാം ക്ലാസ് പാസ്സാവണേന്ന്. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? ആ ഒരു ബേസ് സെറ്റാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ആ ഒരു ബേസ് അവർക്ക് സെറ്റാക്കി കൊടുത്താല് അവർക്കൊരു കുറച്ച് കൺസെപ്റ്റുകൾ മാത്രം മതിയാവും. അതായത് ഇപ്പം സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ അവർക്ക് സാധിച്ചാല് സ്വാഭാവികമായിട്ടും അവർക്ക്
ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ അതിൽ ഒരു ആവറേജ് കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ടാവും. കാരണം ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ടോപ്പിക് കൊടുത്തിട്ട് അതിലൊരു പാരഗ്രാഫ് ഉണ്ടാകും. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാകുക, ആ ഒരു ക്വസ്റ്റ്യൻസ് ഫുള്ളും ഉണ്ടാകുക. അപ്പോൾ ഇപ്പം ഒരു ആവറേജ് ലെവലിന്റെ കുറച്ചൊരു താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയാൽ മതി. ഇപ്പൊ ഒരു അത്യാവശ്യം ചെറിയൊരു 10 മാർക്കിനൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ അടുത്ത ടേമിലെ എക്സാമിലേക്കും കുറച്ചും കൂടിയും അവനെ മുൻപന്തിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പാരന്റ്സ് പലപ്പോഴും ചിന്തിക്കുന്നത് നേർ വിപരീതമായിട്ടാണ്, അല്ലെ? അപ്പൊ നമുക്ക് പാരന്റ്സിന് നല്ലൊരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്, നമ്മളെ സ്ലോ ലേണേഴ്സിനെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാരന്റ്സിനും നല്ലൊരു എഡ്യൂക്കേഷൻ, ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അവരിലുള്ള പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾക്ക് എടുത്ത് ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെ നോക്കി എന്ത് ചെയ്യുക, അവരിലുള്ള മാറ്റങ്ങളെ നമ്മൾ ഇനി അവർക്ക് വേണ്ടുന്ന എന്തെല്ലാം മാറ്റങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന ഒരു ചെറിയൊരു എന്താ പറയാ, നമ്മൾ TLM എന്ന് പറയും, ടീച്ചേഴ്സ് മെറ്റീരിയൽ, ടീച്ചേഴ്സ് മാനുവൽ എന്ന്, അല്ലെ? അപ്പൊ അവിടെ ആ ഒരു കുട്ടീനെ ഏത് രീതിയിൽ നമ്മൾക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൾട്ടി സെൻസറി അപ്രോച്ചസ് യൂസ് ചെയ്യാം. എല്ലാ കുട്ടികളും ഒരേ തരത്തിലാണോ കാര്യങ്ങളെ മനസ്സിലാക്കുക? അല്ല, അല്ലെ? എല്ലാ ആളുകളും ഒരേ തരത്തിലല്ല. ചിലർക്ക് കണ്ട് മനസ്സിലാക്കേണ്ടി വരും, ചിലർക്കോ കേട്ടിട്ടായിരിക്കും പഠിക്കുക, ചിലർക്കോ ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിട്ടുള്ള ആളുകളായിരിക്കും, കെനസ്തറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ ഒന്ന് വിഷ്വലി ആയിട്ടുള്ള ആളുകളുണ്ട്, ഓഡിറ്ററി ആളുകളുണ്ട്, കെനസ്തറ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മളുടെ ടീച്ചിങ് മെത്തേഡ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, ഈ ഒരു മൾട്ടി സെൻസറി അപ്രോച്ചസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കുട്ടിയിൽ നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി അവർക്ക് വേണ്ടുന്ന ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികളിൽ നിന്നും ഒരുപാട് വിവരണങ്ങൾ അവർക്ക് കിട്ടും. ഒരു ഫുഡ് ഷെയർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യാന്, അല്ലെങ്കിൽ ഒന്ന് ഗുഡ് മോർണിംഗ് പറയാന്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ വർക്ക്ഷോപ്പ് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. അതേപോലെ തന്നെ അവരിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ, ഇപ്പോൾ ചിത്രം വരയ്ക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക്ഷോപ്പിൽ എന്ത് ചെയ്യാം, ചിത്രം വരയ്ക്കുന്ന ഒരു ആക്ടിവിറ്റി കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് കളറിങ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ കൊടുക്കാം. അവരുടെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റികൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതും സ്ലോ ലേണേഴ്സിൽ നമ്മൾ വിചാരിച്ചൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി ബ്രെയിൻ ജിം കേട്ടിട്ടുണ്ടോ? ബ്രെയിൻ ജിം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആരും പറയുന്നുണ്ടോ? കേട്ടിട്ടുണ്ട്. അതെ, ആരും പറയുന്നുണ്ടോ? ബ്രെയിൻ ജിം പോലെയുള്ള ആക്ടിവിറ്റികളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു മെമ്മറി പ്രോബ്ലംസ്, മെമ്മറി സ്ട്രഗിൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ അറ്റൻഷൻ കാര്യങ്ങൾ, അതൊക്കെ അവരിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി തരാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇത്തരത്തിലുള്ള സ്ലോ ലേണേഴ്സ് എന്ന ലേബലിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അവളെയോ അവനെയോ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ,
രണ്ടാമതായിട്ട് ഇത്തരത്തില് ഉള്ള കുട്ടികളെ, ഈ സ്ലോ ലേണേഴ്സിനെ നമ്മൾ പ്രഷറൈസ് ചെയ്യുമ്പോൾ അവരെ ഏതെല്ലാം തരത്തിലുള്ള പ്രഷറുകളാണ് അവർക്കുണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇനി നിങ്ങൾ അവരോട് ഈ പ്രഷറൈസ് ചെയ്യുമ്പോൾ അത് നമ്മളിപ്പം ഒരു കുട്ടീനോട് നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം, പെട്ടെന്ന് തന്നെ തീർക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങള് മാറ്റി നിർത്തിയിട്ട് അവന് വേണ്ടുന്ന ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടുന്ന ഒരു കെയർ കൊടുക്കുമ്പോൾ, ഒരു റെക്കഗ്നിഷൻ കൊടുക്കുമ്പോൾ അവളിലുണ്ടായ മാറ്റങ്ങള് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഇത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിലൂടെ, നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ നിങ്ങൾ ഓരോരുത്തരുടെയും ഈ ഒരു കാര്യം ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസുകൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓൺലൈനായിട്ട് പല തരത്തിലുള്ള ആക്ടിവിറ്റീസുകളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ നമ്മൾ കുട്ടികളിൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം മെമ്മറി പ്രശ്നങ്ങളുള്ള ലോജിക്കൽ പ്രോബ്ലംസ് അതൊക്കെ അവരുടേല് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ളത്. ഇനി ഇത് കാണുന്നുണ്ടോ എന്നൊന്ന് പറയണേ. കാണുന്നുണ്ടോ? യെസ് മാം. ഇത് ഒരു മെമ്മറി ചെസ് ആണ്. ഈ മെമ്മറി ചെസ് എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇതാണ് സാധനം. ഇതില് ഒരുപാട് കളേഴ്സ് വെക്കുന്നുണ്ട്. അപ്പൊ ഇത് പലതരത്തിലുള്ള ബീഡ്സ് ആണ്. കാണുന്നുണ്ടോ? എവിടെയപ്പോ? നടുക്കോട്ട് കാണിക്കോ? കാണുന്നുണ്ട് അല്ലെ? ഞാൻ കാണിക്കുന്നതിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതായത് ഇതുണ്ട്, ഞാൻ ഈ ബോക്സ് മാമിന്റെ ഫോട്ടോ വെച്ചാൽ മതി, അപ്പം കാണും. ക്യാമറയിലേക്ക് കാണിക്കരുത്. ഞാന് ഈ ഒരു ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഈ ബോക്സ്, ഈ ചിത്രങ്ങള്, അതാണിത്. ഓക്കെ, ഞാൻ ഇതിന്റെ ഫോട്ടോ നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഈ മെമ്മറി ചെസ് എന്ന് പറയുന്നത് കുട്ടികളിലുള്ള മെമ്മറി ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ മൈൻഡ് ഡെവലപ്പിനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു കുട്ടി നമ്മളുടെ മുന്നിൽ ആദ്യം ഇരിക്കണ്ടേ, റാപ്പോ ബിൽഡ് ചെയ്യണ്ടേ. അപ്പൊ നമ്മൾക്ക് ചെറിയ ചെറിയ ഗെയിമിലൂടെയൊക്കെ റാപ്പോ ബിൽഡ് ചെയ്തു. അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബുക്സുകളാണ്. ഇത് ആക്ടിവിറ്റി ബുക്കുകളാണ്, പലതരത്തിലുള്ള ആക്ടിവിറ്റി ബുക്കുകളാണ്. ഇതില് ഒരുപാട് പസിൽസുകളുണ്ട്, പാറ്റേൺസുകളുണ്ട്, അതേപോലെ തന്നെ കളറിംഗ് ഉണ്ട്, മാത്സ് പരമായിട്ടുള്ള അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ആഫ്റ്റർ നമ്പർ, ബിഫോർ നമ്പർ, അത്തരത്തിലുള്ള കൺസെപ്റ്റുകളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ബുക്സുകളാണ്. അപ്പൊ പലപ്പോഴും നമ്മള് ടീച്ചേഴ്സിന് ഇതെല്ലാം തന്നെ നമ്മളുടെ ടീച്ചിങ് മെത്തേഡ്സിലേക്ക് നമ്മൾക്ക് ഉപകരിക്കുമെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യമാണ്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ, ലുഡോ. നമ്മളുടെ പാമ്പും കോണിയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികള് ഒരിക്കലും നമ്മൾക്ക് പ്രഷറൈസ് ചെയ്യേണ്ടി വരില്ല. നമ്മൾക്ക് ആ ഒരു പ്രഷറൈസ് ചെയ്യുന്നത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ മുൻപന്തിയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു പേടിയിൽ നിന്നാവരുത് അല്ലെ. അത് അവരെ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഒന്ന് കേപ്പബിൾ ആക്കാൻ പറ്റുന്നതാകണം അല്ലെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികളെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രഷറൈസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മളുടെ അപ്രോച്ചില് മാക്സിമം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള കുട്ടിയിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു വിൻബിൾ ടീമിനോട് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുകയാണ്. കാരണം
വിൻബിൾ ടീം എന്ന് പറയുന്നത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാവർക്കും അവസരങ്ങൾ തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെ. സാധാരണ നമ്മളൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ കോഴ്സ് അവിടെ കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടി, പിന്നെ ആരെങ്കിലും തമ്മിൽ കണക്ഷൻ ഉണ്ടാവാറുണ്ടോ? ഞാൻ ഒട്ടുമിക്ക കോഴ്സുകളും ചെയ്തപ്പോൾ ഞങ്ങളുള്ള ആരും തന്നെ കോണ്ടാക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, അവസരങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വിൻബിളിൽ വന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മളുടെ അവസരങ്ങൾ നമ്മൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ആ അവസരങ്ങളെ നമ്മൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരാളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ അവിടെ നമ്മൾ എന്ന ഒരു ട്രെയിനർ വിജയിച്ചു എന്നുള്ളതാണ്. സോ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യമെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ അതിന് വിൻബിളിന്റെ ഒരു പങ്ക് വലിയത് തന്നെയാണ്. സോ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് വിൻബിൾ ടീം ആൻഡ് ഫൈസൽ സർ, അർച്ചന മാം. താങ്ക്സ് ടു ഓൾ ഓഫ് യു. നിങ്ങളെല്ലാവരും കേട്ടിരുന്നതിലും നിങ്ങളുടെ പാർട്ടിസിപ്പേഷനിലും. ഇനി നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്കുകളും നിങ്ങളുടെ എക്സ്പീരിയൻസും ഞാൻ വളരെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുകയാണ്. സോ ഇനി നിങ്ങൾക്കാണ് ഞാൻ എൻ്റെ മൈക്ക് തരുന്നത്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഇന്ദിര മാം, ചാറ്റിൽ നമ്മുടെ മിനി മാം ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിരുന്നോ? ഈ കാലഘട്ടത്തിൽ മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഇതേ പ്രോബ്ലംസിലൂടെ കടന്നു പോവാണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ, സാധ്യതകൾ എന്തായിരിക്കാം? മൈക്ക് ഓഫാണ് ഇന്ദിര മാം. മിനി മാം, ഞാനിപ്പോഴാണ് ആ ഒരു ഇത് മെസ്സേജ് കണ്ടത്. താങ്ക് യു അർച്ചന മാം ഓർമ്മിപ്പിച്ചതിൽ. ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും കാണാനുള്ള ഒരു കാരണം ഇപ്പം പലപ്പോഴും ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മളുടെ അന്നത്തെ ആ ഒരു ടീച്ചിങ് മെത്തേഡിൽ ചിലരൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടാകാം, ചിലവർ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ എന്താണ് അവിടെ ആ ഒരു കുട്ടി നേരിടുന്ന പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ലോ ലേണേഴ്സ് എന്ന് പറയുന്നത് IQ ലെവല് 80 മുതൽ 90 വരെയാണ് അല്ലെ. ചില കുട്ടികൾക്ക് അറ്റൻഷൻ പ്രോബ്ലം ഉണ്ട്, ചില കുട്ടികൾക്ക് മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാവും, ചില കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ആദ്യം തന്നെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ നമ്മളുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നോക്കുമ്പോൾ അത് ആദ്യം തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് എടുക്കുമ്പോഴാണ് നമ്മൾക്ക് അതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളത്. പലപ്പോഴും ഇത്തരത്തില് ലേണിങ്ങിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ഒരു പാരന്റ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈം മുതൽ എന്ത് വരുന്നുണ്ട്, നമ്മൾ അന്വേഷണങ്ങൾ തുടങ്ങുന്നുണ്ട്. ആ ഒരു അമ്മ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, മെന്റലി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, അതേപോലെ തന്നെ എന്താണ് കുട്ടികൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടി കരഞ്ഞിട്ടുണ്ടോ, ഇത്തരത്തിലൊക്കെ നമ്മൾ അസസ്മെന്റും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനെയർ തന്നെ ഉണ്ട്. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് തന്നെ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ സ്ക്രീനിങ് ടൈം, നമ്മൾ ഇപ്പൊ ഞാൻ എന്നൊരു പാരന്റ് കൂടുതൽ, ഇപ്പൊ നമ്മൾ വർക്കിംഗ് പാരന്റ്സ് ആണ്, അപ്പൊ നമ്മൾ കൂടുതൽ പ്രഷർ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് എൻ്റെ മകനെ, എനിക്കൊരു മോനുള്ളത്, അപ്പൊ എൻ്റെ മോനെ എനിക്ക് നല്ല രീതിയിൽ ഒരു വേണ്ടുന്ന ഒരു സമയം എനിക്ക് അവനെ കൊടുക്കാൻ പറ്റാതെയാകും. കാരണം ഞാൻ ആ വീട്ടില് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് എൻ്റെ പ്രഷറിനെ ഞാൻ ഇല്ലാതാക്കാതെ അല്ലെങ്കിൽ ഞാൻ മാനേജ് ചെയ്യാതെ എനിക്ക് എൻ്റെ മോനെ പഠിപ്പിക്കാനോ അവൻ പറയുന്ന കാര്യങ്ങളിലേക്ക് എനിക്ക് ശ്രദ്ധ കൊടുക്കാനോ പറ്റില്ല എന്നുള്ളതാണ്. സോ നമ്മളെന്ന അമ്മ, നമ്മളെന്ന അച്ഛൻ, നമ്മളെന്ന പാരന്റ് നമ്മളുടെ പ്രഷർ ആദ്യം മാനേജ് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ടോ, നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ കുട്ടികളിലേക്ക്
നമ്മളുടെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചിൽ കൂടി എത്തുമ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലത്തിനെ അവരെ കേൾക്കാനുള്ള ആ ഒരു പ്രോബ്ലത്തിനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള അവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. മാം താങ്ക് യു മിനി മാം. കുറേ നന്നായിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പകുതിയായപ്പോൾ പിന്നെ ശബ്ദമില്ലല്ലോ മാഡം. നന്നായി കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഫുൾ വോളിയം വെച്ചിരിക്കുക, പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടായിരുന്നോ? എനിക്ക് കേട്ടിരുന്നു കേട്ടോ, കുഴപ്പം ഇല്ല തോന്നിയില്ല. ഇല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കേൾക്കാമായിരുന്നു. കേൾക്കാൻ വരുന്നു, പ്രശ്നം ഉണ്ടായില്ല. ഞാന് വീടിന്റെ അടുത്ത് തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് വീടുള്ളത്. അപ്പൊ ഇല്ല, അതുകൊണ്ട് ഇല്ല ഇന്ദിര മാം, കേട്ടിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതെ. ഓക്കെ, താങ്ക് യു മാം. എങ്കിലും ചിലപ്പോൾ ഒരു എറർ ആയിരിക്കും മാം. ആർക്കെങ്കിലും ഈ ഒരു സെഷനിൽ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡിങ് അപ്പിലേക്ക് പോവാമായിരുന്നു. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. ആക്ച്വലി ഈ സ്ലോ ലേണേഴ്സ് മാം പറഞ്ഞ പോലെ ഈ കുട്ടികളെ നമ്മൾ ശരിക്കും അവരുടെ അടുത്ത് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. നല്ലൊരു അത് റാപ്പോ നമ്മളൊന്ന് മനസ്സിലാക്കിയെങ്കിൽ കേൾക്കാമോ ഞാൻ പറയുന്നത്? റഹ്ന മാം ആണോ നേരത്തെ സംസാരിച്ചത്? രഹന മാം ആണ് ഞാൻ സംസാരിക്കുന്നത്. പറയുന്നതിന്റെ ഇടയിൽ ആരോ കയറി, അപ്പൊ ഞാനത് മ്യൂട്ട് ചെയ്യണോ അതോ അവര് കണ്ടിന്യൂ ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? കണ്ടിന്യൂ ചെയ്തോളൂ. കണ്ടിന്യൂ ചെയ്തോളൂ, രഹന മാം കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഈ സ്ലോ ലേണേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നതിൽ പല തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഈ സ്ലോ ലേണേഴ്സിന് ശരിക്കും നമ്മൾ അവരുടെ അടുത്ത് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ഒരുപാട് അക്കാദമിക് പ്രോബ്ലംസ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അതാണ് മാമ പറഞ്ഞ പോലെ നമ്മൾ അവര് മനസ്സിലാക്കുക, റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന് വേണ്ട ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നു വലിയ ക്ലാസ്സിൽ. ഇപ്പൊ പാരന്റ്സ് ഇതിനെ പറ്റി ഭയങ്കര വിജിലന്റ് ആണ്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ക്ലാസ്സിൽ തന്നെ അവര് കുട്ടികളുടെ പ്രോബ്ലം കണ്ടെത്തി നമ്മളെടുത്ത് കൊണ്ടുതരുന്നുണ്ട്. അപ്പം ഈ റെമഡിയേഷൻ ആയാലും സ്ലോ ലേണേഴ്സിനെ പഠിപ്പിക്കുന്നത് അങ്ങനത്തെ ടീച്ചേഴ്സ് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിവേ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഭയങ്കര യൂസ്ഫുൾ ആയ ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു രഹന മാം, താങ്ക് യു സോ മച്ച്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പിള്ളേരെ അങ്ങനെയുള്ള പിള്ളേർ ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് എന്നെ ക്ലാസ്സിൽ ചെന്നിട്ട് ഞാൻ അവരുടെ കൂടെ ഇരിക്കാറുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അവരുടെ ലെവലിൽ നമ്മൾ കുനിഞ്ഞല്ലേ അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. ടീച്ചർ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, എന്നെ തൊടുന്നു, എന്നെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ കോൺഫിഡൻസ് ലെവൽ കൂടുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞ പോലെ പിള്ളേർക്ക് ആ ഒരു ഭയങ്കര ഒരു എനർജി വരുവാണ്. ഇനി അവർക്ക് നേരിട്ട് എന്തെങ്കിലും ചോദിക്കാനായിട്ടും ആ ഒരു ധൈര്യം വരും. അപ്പോഴത്തേക്കിന് അവർക്ക് തന്നെ പെട്ടെന്നാണ് ആ ചേഞ്ചസ് കാണാൻ തുടങ്ങുന്നത്. അതെ മാം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവരുടെ ആ കൂടെ ഇരുന്ന് അവരിൽ ഒരാളായിട്ട് മാറുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. പല പാരൻസും പറയാറുണ്ട് ഓവർ സപ്പോർട്ട് കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക്. അങ്ങനെ ഓവർ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നും ഈ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഓവർ സപ്പോർട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു ചിന്താഗതിയെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. അപ്പൊ താങ്ക് യു മാം, താങ്ക് യു മീര മാം, നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ പറ്റാ. നമ്മുടെ വീട്ടിന്റെ അടുത്തൊരു കുട്ടി സ്കൂളിൽ പോകുന്നില്ല. എന്താ കുറെ മോട്ടിവേഷനും കുറെ കൗൺസിലിംഗും ഒക്കെ കഴിഞ്ഞു കുട്ടിക്ക്. പക്ഷെ കുട്ടി സ്കൂളിൽ പോകുന്നില്ല. എന്താ കാരണം? വേറെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി, TC വെട്ടാതെ വേറെ സ്കൂളിൽ ഒന്ന് കൊണ്ടുപോയി. ഒരു ദിവസം പോകും, തീരെ സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ഞാനൊക്കെ ചെറുതായിട്ട് കൗൺസിലിംഗ് ചെയ്തേ. പക്ഷെ കുട്ടി പറഞ്ഞ എനിക്ക് എഴുതാൻ മടിയാണ്. അതൊക്കെ ടീച്ചേഴ്സിട്ട് സംസാരിച്ചു. പക്ഷെ കുട്ടി ഇപ്പോഴും പോകുന്നില്ല. എക്സാം ആയി തുടങ്ങിയില്ലേ? അതിന്റെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലേ?
അപ്പം കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പം പഠിക്കാൻ എങ്ങനെയാണ് അവന് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയോ? പഠിക്കാൻ നല്ല സ്മാർട്ട്, നല്ല കുട്ടിയാണ്. വീട്ടിൽ നിന്ന് അതേമാതിരി മൊബൈലൊന്നും വല്ലാതെ യൂസ് ചെയ്യുന്നില്ല. വീട്ടിലൊരു പൂച്ചയുണ്ട്, അതിന്റെ അടുത്ത് വല്ലപ്പോഴും പോവും. പിന്നെ വീട്ടിലിരുന്ന് കളിക്കുക, വീട്ടിലിരുന്ന് എന്താ ജോലി ചെയ്യുക. അപ്പൊ ഞാൻ കുറെ വർക്കൊക്കെ കൊടുത്തു. അപ്പൊ ഇതൊക്കെ എനിക്ക് അറിയാൻ പറഞ്ഞു. ചെറിയ വർക്കുകളൊക്കെ അവൻ കൊടുത്തപ്പോ അതൊക്കെ എനിക്ക് അറിയാം. അത് ചെറുതൊക്കെ ചെയ്തു. പിന്നെ ആ കുട്ടീന്റെ ഉമ്മ ഇനിയിപ്പോ മറ്റന്നാള് ഉംറക്ക് പോവാ, സൗദിക്ക് പോവാണ് ഉമ്മ. അപ്പൊ ഉമ്മക്ക് ഭയങ്കര കരച്ചിലും പേച്ചിലൊക്കെ കുറെ മോട്ടിവേഷനും ഒക്കെ കിട്ടിയാണ്. പക്ഷെ എന്താ പറയുക, കുട്ടി സ്കൂളിൽ പോകുന്നില്ല, മദ്രസയിൽ പോകുന്നില്ല, രണ്ട് സ്ഥലത്തും പോകുന്നില്ല. മിഠായി വാങ്ങിച്ചു തിന്നു, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മിഠായി ബാഗിൽ വെച്ചെടുക്കും, പൈസ കൊടുക്കണ്ട്, അവനക്ക് എന്താ വേണ്ടൊക്കെ ഒരു ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പറയില്ല, നല്ല കെയറിങ് ആണ്. പക്ഷെ എന്താന്ന് അറിയില്ല, കുട്ടി സ്കൂളിൽ പോകുന്നില്ല. സ്കൂളിലേക്ക് പോവാതിരിക്കാൻ പല കാരണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോ അതവിടെ നമ്മൾക്ക് ഇപ്പൊ നിങ്ങളൊരു കാര്യം ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ചിലപ്പോ ഒന്നുകിൽ സ്കൂളിൽ നിന്നും എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ പഠിക്കാൻ സ്മാർട്ടാണ് എന്ന് പറയുമ്പോൾ അവിടെ സ്കൂളിൽ എത്രത്തോളം ആണ് എന്നുള്ളത് നോക്കേണ്ടി വരും. അപ്പം പഠിക്കാൻ അത്യാവശ്യം അറിയുന്ന കുട്ടികളാണെങ്കിലും സ്കൂളിൽ ചിലപ്പം വേണ്ടുന്ന ഒരു റെക്കഗ്നിഷനോ ഒരു സപ്പോർട്ടോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചില കുട്ടികളിലൊക്കെ മടി വരാറുണ്ട്. അപ്പം അവന് എന്തെങ്കിലും മെന്റലി അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്ന വേണ്ടി വരും. അപ്പൊ അത് കറക്റ്റായിട്ട് അവനുമായിട്ട് തന്നെ നമ്മൾ ഡീപ്പായിട്ട് സംസാരിച്ച് നല്ലൊരു റാപ്പോ അവനിൽ ഉണ്ടാക്കിയെടുത്തിട്ട് പതുക്കെ 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 മാമ അവനുമായിട്ടൊന്ന് സംസാരിച്ച് അവന്റെ ഒരു പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ സംസാരിച്ച് തന്നെ മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കും നന്നാവുക. സംസാരിക്കാൻ കിട്ടൂല. ഞാൻ ചെന്നപ്പോ സംസാരിച്ചു, 2 വട്ടം സംസാരിച്ചു. ഒരു 20 മിനിറ്റ് ഒക്കെ അവനെ കിട്ടിയിരിക്കും. തോളത്ത് കൈയൊക്കെ വെച്ച് പിന്നെ വീട്ടിൽ നിന്ന് എഴുതാൻ പറഞ്ഞ കുറച്ചൊക്കെ എഴുതി. പിന്നെ ചിലവര് പറഞ്ഞ് ശരീരത്തിലൊക്കെ ആരും വേദനിക്കും, കുട്ടികളാരും എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ അയച്ച് ഓരോട് പറഞ്ഞു ഒരു ബോഡിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്താണ്ടി. അങ്ങനെയൊക്കെ ചെറിയ ഇവിടുന്ന് ടീച്ചേഴ്സിന്റെ പറഞ്ഞു, ടീച്ചേഴ്സ് അതൊക്കെ ചെയ്തു. ഒരു ടൗണിലൊരു സൈക്കോളജിനെ കാണിച്ചു. ഒരു 4 വട്ടം ഈ കുട്ടീനെ കൗൺസിൽ ചെയ്തു. പക്ഷെ കുട്ടിക്ക് കാര്യമായിട്ടൊരു മാറ്റം കാണില്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പോകും. എന്നിട്ട് വേറെ സ്കൂളിൽ കൊണ്ടാക്കി ആ ഒരു മദറിന്റെ ഓളെ വീട്ടിൽ കൊണ്ടാക്കി കുട്ടീനെ. അവിടുന്നും കുട്ടി പോകുന്നു, ഒരു ദിവസം 2 ദിവസം പോകും. പക്ഷെ ഇവിടെ നമ്മളെ സ്കൂളിനെ, ഇവിടെ അടുത്തുള്ള സ്കൂളും ഇവിടുത്തെ ഓണർ അമ്മ അടുത്തുള്ള സ്കൂളിൽ. അപ്പോൾ ഒരു പറഞ്ഞ് ആ മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞ് കുട്ടി ഇഷ്ടമുള്ള സ്കൂളിൽ പോയിക്കോട്ടെ, ഞങ്ങൾക്ക് സന്തോഷമാണ്, കുട്ടീന്റെ എക്സാം എഴുതുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പക്ഷെ കുട്ടി അവിടെയും പോകണം. 3 സ്കൂളിൽ ഇപ്പൊ മാറ്റി ചേർത്തി. ഫ്രണ്ട്സുകളുണ്ടോ? ഒന്നും ഒരു പ്രശ്നമില്ല, വീട്ടിൽ പ്രശ്നമില്ല, വേറെ ഒന്നും. എന്താ അവർക്ക് ഭയങ്കര ടെൻഷൻ, ഉമ്മക്കും ഉമ്മമ്മക്കും ഒക്കെ. ഫൗസിയ മാം, ചിലപ്പോ ഒരു പക്ഷേ നമ്മള് ആ പുറത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന റീസൺസ് ആവണം എന്നില്ല. ദർ ആ മൈറ്റ് ബി ആ അണ്ടർലൈങ് റീസൺസ്. അപ്പൊ അതിനെ ആ ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് എത്തുമ്പോൾ മാത്രമേ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കുറെ വേഗമായിട്ട് ഇപ്പൊ മാമിനായാലും അവര് പറഞ്ഞതും പിന്നെ മാം കൗൺസിൽ ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു ഇൻഫോ ഒക്കെ അല്ലേ, ചിലപ്പോ ഒരു ഡീപ് ഡൗൺ റീസൺസ് ആ കുട്ടിയിൽ ഉണ്ടാവണം. അതെ അതെ. അത് ഞാൻ അപ്പൊ അവരോട് പറഞ്ഞു. പക്ഷെ ഒരു ടൗണ് ഇവിടെ നല്ല 2 സൈക്കോളജിനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഓള് പറഞ്ഞു ഞാൻ പോയി വരട്ടെ, ഇനി സ്കൂളിൽ പോവണ്ട, ഈ വർഷം അങ്ങോട്ട് അതെ, പോട്ടെ. ഇപ്പൊ എന്നോട് ലാസ്റ്റ് പറഞ്ഞതാ. എന്തായാലും അവര് പോയി വരട്ടെ. അത് കഴിഞ്ഞിട്ട് മാം ഓക്കെ. ഇതുപോലെ സംസാരിക്കും. മാം അത് ഞാനൊന്ന് കഴിഞ്ഞിട്ട് ഇടപെട്ടോട്ടെ. ആ ആയിക്കോട്ടെ. ഈ സ്ലോ ലേണേഴ്സിന് പല കാറ്റഗറി ലേണിംഗ് ഡിഫിക്കൽട്ടീസ് വരും. ഇപ്പൊ മാമ പറഞ്ഞല്ലോ കുട്ടിക്ക് എഴുതാൻ ഭയങ്കര മടിയാണെന്ന്. മടിയാണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ആണ്. ആ എഴുതാൻ മടി, ഡിസ്ഗ്രാഫിയ ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ അവർക്ക് എഴുതാൻ, ആ കുട്ടികൾക്ക് എഴുതാൻ മടിയാവും. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഭയങ്കര വീക്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന് സ്ട്രോങ് ആക്കാനുള്ള ആക്ടിവിറ്റീസ് കൊടുത്തിട്ടാണ് അവർക്ക് റൈറ്റിംഗ് സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റില്ലേ. ചില കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ട ആക്ടിവിറ്റീസ് ഐദർ റെമഡിയൽ ടീച്ചറോ അങ്ങനെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, അവരെടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ട്രെയിനിങ് കൊടുത്താൽ ഷുവർ ആണ് കുട്ടി എഴുതാൻ 100% ഓക്കെ ആയിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, മാത്സ് ഒക്കെ നല്ലതാ. മാത്സ് ഒക്കെ മനസ്സിൽ വേഗം കണക്കൂടി ബിക്കോസ് മാത്സിൽ അത്ര കൂടുതൽ എഴുതാല്ലേ, ലാംഗ്വേജ് ആണ് അവർക്ക് ഇഷ്യൂ വരുന്നത്.
ഇംഗ്ലീഷ് അതാണ് ആണ് ഭയങ്കര മടി. റൈറ്റിംഗ് പ്രോബ്ലംസ് വരുന്ന കുട്ടികളാണ്. അപ്പൊ അവർ ഫൈൻ ആ. മോട്ടോർ സ്കിൽസ് ഭയങ്കര പുവർ ആയിരിക്കും, ആ, വീക്ക് ആ, ആയിരിക്കും. അതുകൊണ്ടാണ് ആ. മാം എനിക്ക് തോന്നുന്നത് ഇനി വേറെ നമ്മളൊരു കൗൺസിലറോ സൈക്കോളജിസ്റ്റിനെ അടുത്ത് കണ്ട് അതിനേക്കാളും ഏറ്റവും അവർക്ക് യൂസ്ഫുൾ ആവല് ഒരു ആ. റെമഡിയൽ ട്രെയിനർ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റ് ഇന്റർവെൻഷൻ കിട്ടും. ഈ അതെ, അത് റെമഡിയൽ നേരത്തെ ട്രെയിനർ നമ്മുടെ ഇവിടെ ഇന്ദിര ഇതില് മാം പറഞ്ഞതുപോലെ ഒരു ആ റെമഡിയൽ ട്രെയിനർ അടുത്ത് പോയി ഒരു അസസ്മെന്റ് എടുക്കുക. ആ അസസ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ കാര്യമായി ഒന്നും ഇല്ലെങ്കിലാണ് നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞത്. അപ്പൊ റെമഡിയൽ മാം പറഞ്ഞ പോലെ ഒരു റെമഡിയൽ ട്രെയിനറിന്റെ അടുത്ത് പോയിട്ട് ഒരു അസസ്മെന്റ് എടുക്കൂ. ആക്ച്വലി അവർക്ക് എന്താണ് എന്ന് ഇത് ഇവിടെ ഐഡന്റിഫൈ ഇവിടെ തന്നെ ചെയ്യാം. ഉണ്ടാവില്ലേ നമ്മളെ ടൗണിൻ ഭാഗത്തൊക്കെ ഉണ്ടായല്ലോ അല്ലേ ട്രെയിനർ? ടൗൺ ഭാഗത്ത് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ടൈമിന്റെ പരിമിതി കൊണ്ടാണ്, കാരണം ഇറ്റ്സ് ഓൾറെഡി 8, നമുക്ക് 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ആയിക്കോട്ടെ സെഷൻ ആയിക്കോട്ടെ. ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി തിരക്ക് വെക്കുന്നത്. അപ്പൊ ശരി. അതുപോലെ തന്നെ വേണു സർ എന്തുണ്ടെങ്കിലും ഗ്രൂപ്പിൽ പ്ലീസ് മെസ്സേജ് ഇടുക I കേട്ടോ. want only 30 seconds. ഓ യാ 30 പ്ലീസ് seconds. പ്ലീസ് സർ. നിങ്ങൾ രാക്ഷസി എന്ന് പറഞ്ഞ തമിഴ് സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണണം. ഞാൻ ഒരു 5 തവണ കണ്ടാണ്. ജ്യോതിക ജ്യോതികയുടെ നല്ല മൂവിയാണ്. മിസ്റ്റേഴ്സ് ആയിട്ട് വന്നാണ് എങ്ങനെയാണ് അവിടുത്തെ പൂവർ പെർഫോമൻസിനെ അക്കാഡമിക്കിനെ കറക്റ്റ് എന്നുള്ളത് ഞാൻ 5 തവണ കണ്ട സിനിമയാണ്. സോ ഐ റെക്കമെൻഡ് ദാറ്റ് മൂവി. എവറി ടീച്ചർ മസ്റ്റ് വാച്ച് രാക്ഷസി. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ ദി ഇൻഫോ. തീർച്ചയായിട്ടും നല്ലൊരു മൂവിയാണ്, കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഒരുപാട് ഇൻഫോ നമുക്ക് കിട്ടും അതിൽ നിന്ന്. സോ ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത ഇന്ദിര മാമിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇന്ദിര മാമിന് വളരെ മനോഹരമായ ഒരു ഇൻട്രോ തന്ന ജുവൽ മാമിനും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നേരം ഇവിടെ സമയം ചെലവഴിച്ച് ഈ ക്ലാസ് കേൾക്കുകയും അവസാനം വരെ ഇരിക്കുകയും അതിൽ നിങ്ങളുടെ ഐഡിയാസും നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങളും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് വെള്ളിയാഴ്ച കണ്ടുമുട്ടാൻ വീണ്ടും. അന്നും ഇതുപോലെ തന്നെയുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ നിങ്ങളിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്നു. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് എവരിവൺ. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. Thank you. Good night. Thank you.